കർത്താവിന് സ്തോത്രം. തെസ്സലോനിക്ക ലേഖനത്തിലെ വേദഭാഗം, പത്രോസിൻ്റെ ലേഖനത്തിലെ വേദഭാഗം, ഇത് രണ്ടും വളരെ പ്രാധാന്യമർഹിക്കുന്ന വേദഭാഗങ്ങളാണ്. നാം എന്തുകൊണ്ട് ദൈവസന്നിധിയിൽ വിശുദ്ധരായിരിക്കണം എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ അതേ കരുതിക്കൊള്ളുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് ദാനമായി നൽകിയതിൻ്റെ ഏറ്റവും അതിപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന് വിശുദ്ധമായ ഒരു ജനമായി, കർത്താവിൻ്റെ വരവിനു വേണ്ടി ഒരുങ്ങിപ്പാർക്കുന്ന ഒരു ജനമായി ദൈവസന്നിധിയിലായിരിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വിജയകരമായൊരു ക്രിസ്ത്യ ജീവിതത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് അത്യന്താപേക്ഷിതമാണെന്നും നമുക്ക് ആ തിരുവഴുത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് ആവർത്തിച്ച് പറയുന്നുണ്ട്, അതെ, ദൈവത്തിൻ്റെ വചനത്തെ തുച്ഛീകരിക്കാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നാം നമ്മുടെ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും പുതിയ നിയമസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹീത അനുഭവത്തെക്കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അസുലഭമായ സന്ദർഭമാണ് ദൈവത്തിന് ഇരിക്കാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ലഭിക്കുന്ന അവസരങ്ങൾ. ഈ തിരുവഴുത്തുകളൊന്നും ആദ്യമായിട്ടല്ല നമ്മൾ കേൾക്കുന്നത്, എനിക്കറിയാം. നമ്മൾ നാളുകളായി ശ്രദ്ധിക്കുകയും പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണല്ലോ ദൈവസന്നിധിയിൽ നമ്മൾ ചിന്തിച്ചു വരുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹകാരണമായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും ആത്മീയ അനുഭവങ്ങളിൽ നിന്നൊരിക്കലും അകന്നിരിക്കുവാൻ നമുക്കിടയാകരുത്. ഞങ്ങൾ ഒരനുഭവം ഓർക്കുന്നത് 2002 ഞങ്ങൾ ചെന്നൈ പട്ടണത്തിൽ ആദ്യമായി കർത്താവിൻ്റെ വേലയ്ക്ക് കടന്നു പോകുന്നത്. അന്ന് 2-3 വർഷം ഞങ്ങൾ ഇരുന്ന ആ സഭയിൽ തുടർമാനമായി അപ്പോസ്തല പ്രവർത്തികൾ ബൈബിൾ ക്ലാസ് ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു പ്രേരണ ദൈവത്തിൻ്റെ സന്നിധി ഞങ്ങൾക്ക് ലഭിച്ചതനുസരിച്ചാണ് തുടർമാനമായിട്ടുള്ള ആഴ്ചയിൽ ഒരു ദിവസം ബൈബിൾ സ്റ്റഡി ഉണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് നിരന്തരമായി എടുക്കുകയും എനിക്ക് തോന്നുന്നു ചില മാസങ്ങൾ ആ ബൈബിൾ സ്റ്റഡി അങ്ങനെ പോയി. അതിനെ തുടർന്ന് ഇതുപോലെ ഒരു ദിവസം, ഇതുപോലെ ഒരു പ്രാർത്ഥന ദൈവസഭയിൽ ക്രമീകരിക്കുവാനിടയായി. അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ദൈവവചനത്തിൽ അത് പ്രായോഗികമാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വചനത്തിൻ്റെ മുമ്പിൽ ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു 21 days ഫാസ്റ്റിംഗ് അവിടെ നടന്ന സമയത്ത് ഞങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കുന്നൊരു കാര്യം അതാണ്. അന്ന് ആ സഭയിലുണ്ടായിരുന്ന നമ്മുടെ മലയാളം ചർച്ചാണ്. ഞങ്ങൾ ചെന്നൈയിൽ ആവടി എന്ന് പറയുന്ന സ്ഥലമാണ്, നമ്മുടെ എയർഫോഴ്സിൻ്റെ ഒരു യൂണിറ്റുള്ള സ്ഥലമാണ്. എയർഫോഴ്സിൽ ജോലി ചെയ്യുന്നവരും റിട്ടയർഡ് ആയവരും ഒക്കെ ചേർന്നുള്ളൊരു അനുഗ്രഹിക്കപ്പെട്ട സഭയായിരുന്നു. അപ്പോൾ ആ സഭയിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ആ ഉപവാസ പ്രാർത്ഥനയിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഒടുവിൽ അവസാനത്തെ ആഴ്ചയിൽ ഏകദേശം 22 പേര് പരിശുദ്ധാത്മസ്നാനം പ്രാപിപ്പാനിടയായി. അതിൽ തന്നെ 7 പേര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുവാനിടയായി. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മൾ ദൈവവചനം പഠിക്കുന്നതോടൊപ്പം തന്നെ ഇത് നമ്മുടെ അനുഭവമായി തീരാനായിട്ട് നമ്മൾ മനസ്സ് വെച്ചാൽ കർത്താവ് നമ്മുടെ മധ്യം ഉണ്ടല്ലോ. ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. ഈ പ്രാർത്ഥനയിലും നിങ്ങൾക്ക് കർത്താവ് പുതിയ അനുഭവങ്ങൾ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ പുതിയ വരുവാൻ ദൈവം ഇടയാക്കട്ടെ. അന്ന് നടന്ന ഒരു സംഭവം കൂടെ പറഞ്ഞ് നമ്മുടെ ചിന്തയിലേക്ക് കടക്കാം. അന്ന് 2 യൗവനക്കാർ, ഒരു സഹോദരനും ഒരു സഹോദരി. അപ്പം ഉപവാസപ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളാണ്. അധികം നേരമൊന്നും വചനത്തിലൂടെ ശുശ്രൂഷിക്കാനുള്ള സമയം ലഭിക്കാറില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ടിങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ നമുക്ക് ആ സഭയിൽ 5 തമിഴ് കുടുംബങ്ങളുണ്ടായിരുന്നു. അവരും നമ്മുടെ സഹോദരങ്ങളൊക്കെ പോയി സുവിശേഷം പറഞ്ഞ് മുൻപ് രക്ഷിക്കപ്പെട്ടു വന്നവരാണ്. അപ്പോൾ ആ ഫാമിലീസൊക്കെ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ആ 5 തമിഴ് കുടുംബം അവിടെ ഉണ്ട്. അപ്പോൾ അതിലൊരു സഹോദരനോട് ഒരു സഹോദരി ചെന്നൊരു ദൈവീയ ദൂത് പറയുകയാണ്. ആ സഹോദരി എന്ന് പറയുന്നത് BSc പഠിച്ചുകൊണ്ടിരുന്നൊരു സഹോദരിയാണ്. അപ്പോൾ വളരെ പരിജ്ഞാനത്തോടെ ദൈവത്തിൻ്റെ ആത്മാവ് ആ സഹോദരിയെക്കുറിച്ച് പറഞ്ഞാൽ പുള്ളിക്കാരത്തിൽ രക്ഷിക്കപ്പെട്ടു വന്നത് ഒരു ബ്രദറൻ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ തൻ്റെ മാതാപിതാക്കളൊക്കെ ഈ അനുഭവം ആഗ്രഹിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അവർ എന്നോട് പേഴ്സണലായിട്ട് പലപ്പോഴും പറയും, പക്ഷേ മോക്ക് അങ്ങനെ ഒരു അനുഭവമില്ല, കാരണം ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു വന്ന ഒരു സാഹചര്യം ഇതാണ്, ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും ഞങ്ങൾ കുടുംബമായിട്ട് ചെല്ലുമ്പോഴെല്ലാം അവരവിടുത്തെ ഡിഫൻസിൽ ജോലി ചെയ്യുന്നവരായിട്ട് ക്വാർട്ടേഴ്സിലാണ്.
അവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പല കാര്യങ്ങളും ഇങ്ങനെ തർക്കിച്ച് ചോദിക്കുക. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക ദൈവം എന്നാണ്. എന്തായാലും കൊള്ളാം. ഈ സഹോദരി ഈ 21 ദിവസം ഉപവാസ പ്രാർത്ഥന ഒടുവിലത്തെ ആഴ്ചയിൽ ഈ BSc അന്ന് വുമൺസ് ക്രിസ്ത്യൻ കോളേജ് പഠിക്കുകയാണ്. 2-3 ദിവസം ഉപവസിച്ച് വന്ന് ഇരുന്നു. അപ്പം രജിത എന്നാണ് പേര്. രജിതയുടെ ഉള്ളിലെ ആഗ്രഹം ഇതായിരുന്നു, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ കർത്താവ് എനിക്ക് തരട്ടെ എന്നും പറഞ്ഞ് 2-3 ദിവസം ഉപവസിച്ച് വന്ന ആ പ്രാർത്ഥനയെ സംബന്ധിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഈ സഹോദരി ദൈവം ആത്മാവിലങ്ങ് നിറച്ച മാത്രമല്ല, ഈ രജിത ആത്മാവിലങ്ങ് പ്രവചിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. സഭയിൽ ഇരുന്ന് അങ്ങ് പ്രവചിക്കാൻ തുടങ്ങി. അവർക്ക് മലയാളം അധികം അറിയത്തില്ല, ഇംഗ്ലീഷിലാണ് ഇതെല്ലാം പറയുന്നത്. അങ്ങനെ പ്രവചിച്ച് ഇപ്പുറത്തിരുന്നൊരു തമിഴ് സഹോദരനോട് ചേർന്ന്, അദ്ദേഹമാണെങ്കിൽ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയിലോട്ട് പ്രവേശിച്ചൊരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നൊരു ദൂത് പറയുകയാണ്. വളരെ പരിജ്ഞാനത്തോടെ ചെന്നൊരു ദൈവീയ ദൂത് പറയുകയാണ്. ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞതായിട്ടാണ് പിന്നെ എനിക്ക് മനസ്സിലായത്. കാരണം ഈ ശബ്ദപൂരിതമായ അന്തരീക്ഷത്തിൽ എനിക്ക് വ്യക്തമല്ലെങ്കിൽ ഇവർ തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ. പിറ്റേ ദിവസം രാവിലെ ഈ സഹോദരൻ ജോണി എന്ന് പറയുന്ന സഹോദരൻ എൻ്റെ അടുത്ത് വന്നു. ജോണി വന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ജോണിയുടെ വീട്ടിൽ 2 സഹോദരിമാരും ഒരു സഹോദരനും. ഫാദർ അവിടെ TI സൈക്കിൾ എന്ന് പറയുന്ന ഒരു കമ്പനി ജോലി ചെയ്യുന്നു. മാതാവ് അവിടുത്തെ സെൻട്രൽ സ്കൂളിലെ അധ്യാപികയാണ്. അവരെ കുടുംബമായിട്ട് ചെന്നൈയിൽ സെറ്റിലായിട്ട് താമസിക്കുന്നവരാണ്. ഇദ്ദേഹം രാവിലെ എന്നോട് വന്ന് പറയുകയാണ്, പാസ്റ്റർ ഇന്നലെ ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണല്ലോ, വലിയ ഭാരം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഈ പ്രാർത്ഥനയിലെല്ലാം. ഇന്നലെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഈ രജിത വന്ന് എന്നോട് ഈ ദൈവാത്മാവിൽ നിറഞ്ഞ് ചില വാക്കുകളെ പറഞ്ഞുള്ളെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഭാരം ഒഴിഞ്ഞു പോകുന്ന പോലെ എനിക്കത് തോന്നി. എന്നോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നീ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണം. ഇതാ പറഞ്ഞ എൻ്റെ രത്ന ചുരുക്കം ഈ സഹോദരി പറഞ്ഞത്. എന്നിട്ട് എന്നോട് അടുത്തപടി പറയുന്നത്, പക്ഷേ ഞാൻ ഇന്നെൻ്റെ ജോലി ഉപേക്ഷിക്കുക. ഞാൻ ചോദിച്ചു, അങ്ങനെയൊന്നും പെട്ടെന്ന് കയറിയൊന്നും എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഫാദറിനെ എനിക്കറിയാവുന്ന. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല, നമുക്ക് സാവകാശം അല്ല പാസ്റ്റർ, എനിക്കിനി ഒന്നും പറ്റില്ല. ഇന്നലെ എന്നോട് ദൈവാത്മാവ് ഇടപെട്ടു. ചുരുക്കി ഞാൻ പറയും, ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഇച്ചിരി ഒരു സീരിയസ് ആളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ജോണിയെ ഒരു തരത്തിലും എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ജോണി പ്രാർത്ഥിക്കാം, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ ഭവനത്തിൽ വിട്ടു. അന്ന് രാത്രി പിതാവിൻ്റെ അടുത്ത് വന്നു. വലിയ ബഹളമായി. എന്നോട് പറഞ്ഞു, പക്ഷേ ജോണി ശരിയായിട്ടൊന്നുമില്ല, സുശേഷവല എനിക്ക് താല്പര്യമാണ്, പക്ഷേ അവനെ കൊണ്ടൊന്നും നടക്കത്തില്ല. അവനിപ്പോൾ ജോലിക്ക് അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ആകെപ്പാടെ ഞാൻ അവസാനം എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത എനിക്കിങ്ങനെ പറഞ്ഞു, ഞങ്ങളെ സാരമില്ല, അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയാണേ അത് നടക്കട്ടെ. ഇപ്പോൾ ഓടിപ്പിടിച്ച് സുശേഷവേലയ്ക്ക് പോകുമല്ലോ, നമുക്കവനെ ദൈവവചനം പഠിപ്പിക്കാനൊക്കെ അയക്കാം. ഈ ദൈവവചനം പഠിപ്പിക്കാൻ അയക്കുന്നത് ശരിയാകാൻ വേണ്ടിയൂടെയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വിടുവാനിടയായി. ഞാൻ ചുരുക്കി പറയട്ടെ, ജോണിയുടെ തീരുമാനത്തിൽ നിന്ന് ജോണി മാറിയില്ല. അദ്ദേഹത്തിന് നല്ലൊരു ജോലി ഉണ്ടെന്ന് റിസൈൻ ചെയ്തു. ഇന്ന് അദ്ദേഹം ഒരു MDH ഗ്രാജുവേറ്റാണ്. കർണാടകയിൽ ഒരു വലിയ സഭയുടെ പാസ്റ്ററാണ് ഈ ജോണി. ഞാൻ പലപ്പോഴും ഓർത്തിട്ടൊരു കാര്യം, ഞങ്ങൾ പാസ്റ്റർമാർ ഒത്തിരി നേരം പ്രസംഗിക്കുന്നവരാണ് സുവിശേഷ വേലയെക്കുറിച്ച്. ഞാൻ അന്ന് എന്നെ പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്തൊരു കാര്യം ഇതാണ്. നമ്മൾ പല പ്രാവശ്യം അവരോടിങ്ങനെ പല ദൂതുകളും ഓരോ മിഷൻ ചലഞ്ചിലൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്ന് രാത്രിയിൽ ഈ സഹോദരിയുടെ കേട്ട ഒരു ദൂത് അവൻ്റെ ജീവിതത്തിലൊരു ഡിസിഷൻ മേക്കിങ്ങിൽ അവനെ സഹായിച്ചു. അതൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമൊന്നും പറഞ്ഞില്ല. ഞാനതിന് ശേഷം പിന്നീട് രജിതയോടും ഇനിയും രജിതയുടെ കാര്യം കേട്ടോ. ഈ രജിതയോട് ഇപ്പുറത്തിരുന്ന ആരോ ഒരു ദൂതെന്ന് പറഞ്ഞു. അതിതായിരുന്നു, ദൈവം നിനക്ക് അത്ഭുതമായൊരു വഴി തുറക്കുക. സാധാരണ ഒരു കോമൺ വേർഡല്ലേ, പ്രവചനം വരുമ്പോൾ സാധാരണ പറയുന്നൊരു കോമൺ വേർഡാണ്. പക്ഷേ ഈ രജിതയെ സംബന്ധിച്ച് BSc ഫൈനൽ ഇയർ ആയിരുന്നു, വുമൺസ് ക്രിസ്ത്യൻ കോളേജിലായിരുന്നു. അപ്പോൾ ഈ പേരൻസ് ഞങ്ങളോട് പറയും, പക്ഷേ അടുത്ത് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു മാരേജൊക്കെ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പം ദൈവം ഒരുക്കുന്ന വഴി ഞങ്ങൾ വിചാരിച്ച് ചിലപ്പോൾ ഒരു മാരേജ് വല്ലതും ആയിരിക്കും. അവരും ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ആ മാസത്തിൽ നടന്നൊരു സംഭവം, ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനി അന്ന് സാധാരണ അറിയാം, നമുക്ക് IT ഫീൽഡിലുള്ളവരെയാണ് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ആ വർഷം അവർക്ക് പ്രൊഫഷണലിനെ കൂടുതൽ വേണ്ടതുകൊണ്ട് വുമൺസ് ക്രിസ്ത്യൻ കോളേജിൽ BSc മാത്സുകാരെ അവർ പ്രത്യേകം പോയി ഇൻ്റർവ്യൂ ചെയ്തു, ഈ രജിതയുടെ ക്ലാസ്സിലുള്ളവർ. ആ ക്ലാസ്സിൽ നിന്ന് 3 പേരെ എടുത്തതിൽ ഒരാൾ രജിതയായിരുന്നു. അവൾക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. അവിടെ നിന്ന് ഇൻഫോസിസ് വർക്ക് ചെയ്യുന്ന ഒരു കർണാടകയിലൊരു അസിസ്റ്റൻറ്റ് പാസ്റ്ററായിട്ട് ഒരു സഭയുടെ അസിസ്റ്റൻറ്റ് പാസ്റ്ററായിട്ട് വർക്ക് ചെയ്ത ഒരു ഡോക്ടറെയാണ് വിവാഹം ചെയ്തതെന്ന് അസൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവരെ കർത്താവിൻ്റെ പേരിലും പ്രയോജനപ്പെടുന്നു. ഞാൻ ആ അസനിൽ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം,
ഇവിടെ രണ്ടുപേരുടെ ഡെസ്റ്റിനി ആ ഒരൊറ്റ മീറ്റിംഗ് കൊണ്ട് മാറിയെന്ന് ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞത്. ദൈവമക്കളെ, നമ്മൾ ദൈവസേനയിരിക്കുന്ന വെറുതെ അല്ല. നമ്മുടെ വാക്കുകൾക്കൊക്കെ പരിമിതിയുണ്ട്. എന്നാൽ ദൈവം നമ്മളിൽ പ്രവർത്തിച്ചാൽ, പരിശുദ്ധാത്മാവ് ഏതു വിധേനയാണോ നമ്മിൽ പരിവർത്തിക്കേണ്ടത് അതിന് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ഈ ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ, ഈ കാത്തിരിപ്പ് യോഗത്തിൽ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇരുന്നിട്ട് നമ്മളാരും ഈ ആത്മനിറവിൻ്റെ അനുഭവം അല്ല അതിൻ്റെ പുതുക്കം പ്രാപിക്കാതെ പോകരുത്. ദൈവസന്നിധിയിൽ ഇത് നമ്മൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ഒന്നും നമുക്ക് ന്യായവിധിക്ക് കാരണമായി തീരാതെ, കർത്താവേ, അല്പം കൊണ്ടും അധികം കൊണ്ടും ഒക്കെ നമ്മെ അനുഗ്രഹിക്കാൻ കഴിയുന്ന കർത്താവുണ്ട്. എനിക്കറിയാം നമ്മുടെ ഈ രാജ്യത്ത് പരിമിതികളുണ്ട്, സമയമധികം നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ഉള്ള സമയത്തിൽ നിശ്ചയമായിട്ടും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഒന്ന് ഉയർത്തി, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണോ, ദൈവത്തിൻ്റെ ഹിതം എന്താണോ, ആത്മാവിൻ്റെ നിറവിലും ആഴത്തിലേക്കും എന്നെ നടത്തണമേ എന്ന് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നമ്മെ അതിലേക്ക് നടത്തുവാൻ വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ തുടർന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ധ്യാനിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിശുദ്ധ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചിന്തിച്ചതെങ്കിൽ ദ പർപ്പസ് ഓഫ് പെന്തക്കോസ്റ്റ് എന്നുള്ള വിഷയത്തിൽ നാം പ്രധാനമായി ഓർക്കേണ്ടത് കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി നമ്മെ ഒരുക്കുവാൻ, ദൈവിക വിശുദ്ധിയിൽ നമ്മെ കാക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് ഇതെന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൂടാതെ നമുക്കത് സാധ്യമല്ല എന്നും നമ്മൾ തിരിച്ചറിയുക. ദൈവത്തിന് സ്തോത്രം. 2-ാം അധ്യായത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ആരംഭ വാക്യങ്ങൾ ഞാൻ പറഞ്ഞു. സാദൃശ്യമായി പറഞ്ഞിരിക്കുന്ന വലിയ ഒരു കാറ്റ്, അല്ലെങ്കിൽ കൊടിയ കാറ്റടിക്കുന്നത് പോലെ പിളർന്നിരിക്കുന്ന, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. 3 അനുഭവമാണ് പെന്തക്കോസ്ത് നാളിൽ ഉണ്ടായത്. ഒന്ന്, കൊടിയ കാറ്റടിക്കുന്നത് പോലെ, അതൊരു സാദൃശ്യമാണെന്ന് ഞാൻ ആരംഭത്തിലെ പറഞ്ഞു. നമ്മളതിനെക്കുറിച്ച് പല കാര്യങ്ങൾ ചിന്തിച്ചതാണ്. കാറ്റടിക്കുന്നത് പോലെ, അതുപോലെ തന്നെ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. ശരിക്കും ഇത് 3 നാച്ചുറൽ ഫിനോമിനയായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ഒറിജിൻ, അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറലാണ്. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഒരു കൊടിയ കാറ്റ് പോലെ എന്ന് അവർക്ക് തോന്നിയത്, പക്ഷെ അത് ദൈവികമായ ഒരു ഇടപെടലായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. കാറ്റ്, തീയ്, അതുപോലെ തന്നെ അവർ സംസാരിച്ച കാര്യം, ഈ 3 കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. അതിൽ കാറ്റിനെ ദൈവശക്തിയായിട്ട് സാദൃശ്യപ്പെടുത്തി നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. നിശ്ചയമായിട്ടും കർത്താവ് പറഞ്ഞതിനോട് അതിനെ കമ്പയർ ചെയ്താൽ പരിശുദ്ധാത്മാവ് അവർക്ക് വന്നപ്പോൾ അവർ ശക്തി ലഭിച്ചു. ആ ശക്തിയെക്കുറിച്ച്, ഡുനാമിസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. 2, തീ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ശുദ്ധീകരണത്തിനോട് ബന്ധപ്പെട്ട്, നമുക്ക് പ്യൂരിഫൈ ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ട് തീയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള ചിന്തയും അവിടെ പ്രസക്തമാണ്, സാദൃശ്യം എന്നുള്ള നിലയിൽ. അങ്ങനെയുള്ള ചിന്ത നമുക്കതിൽ നിന്ന് മനസ്സിലാകും. 3-മതായി നമ്മളവിടെ പറയുന്നൊരു കാര്യം, അവർ അന്യഭാഷകളിൽ, പരിശുദ്ധാത്മ നിറവിൻ്റെ പ്രത്യക്ഷ അടയാളമായിട്ട് 3-മതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അന്യഭാഷയാണ്. അന്യഭാഷ അവർ സംസാരിച്ച് തുടങ്ങി എന്ന് എഴുതിയിരിക്കുന്നു. നാം വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ പ്രത്യക്ഷമായ, പ്രഥമവും പ്രത്യക്ഷവുമായ അടയാളമെന്നാണ് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രഥമവും പ്രത്യക്ഷവുമായ, ഏകവും പ്രത്യക്ഷവുമായ എന്നായിരുന്നു ആദ്യ സമയങ്ങളിൽ. എന്നാൽ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രഥമവും പ്രത്യക്ഷവുമായ, എന്നാൽ അതിനുശേഷം മറ്റ് അടയാളങ്ങളും ഉണ്ടാകാം. പ്രഥമവും പ്രത്യക്ഷവുമായ അടയാളമാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിൻ്റെ പ്രഥമവും പ്രത്യക്ഷമായ അടയാളമാണ് അന്യഭാഷ എന്ന് നാം വിശ്വസിക്കുന്നു. അതായത് പരിശുദ്ധാത്മ സ്നാനത്തോടുകൂടെ എല്ലാവർക്കും ലഭിക്കുന്നതാണ് അന്യഭാഷ. ദൈവത്തിന് സ്തോത്രം. ഞാനത് പറയുമ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഓർപ്പിച്ചതുപോലെ പുതിയ നിയമ ലേഖനങ്ങളെല്ലാം എഴുതിയത് ഒരു ലേഖനം എഴുതാൻ വേണ്ടി എഴുതിയതല്ല. അത് പേഴ്സണൽ ലെറ്റർ ആണെങ്കിലും സഭയ്ക്ക് എഴുതിയ ലെറ്റർ ആണെങ്കിലും എല്ലാം കോൺക്രീറ്റ് സിറ്റുവേഷനിൽ എഴുതിയതാണ്. 2 കാര്യങ്ങളാണ് ആ കോൺക്രീറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. 2 സിറ്റുവേഷനാണ്. ഒന്ന് ദുരുപദേശമായിരുന്നെങ്കിൽ, മറ്റൊന്ന് നമ്മൾ കാണുന്ന ദൈവസഭയിലുള്ള അശുദ്ധി, അല്ലെങ്കിൽ ദൈവസഭയിലുണ്ടായിരുന്ന മറ്റ് ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുവാൻ വേണ്ടി എഴുതിയ ലേഖനങ്ങളാണ്. ഏത് ലേഖനം നമ്മളെടുത്ത് നോക്കിയാലും അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ലേഖനങ്ങളും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. അതിൽ പ്രധാനമായും ദുരുപദേശങ്ങളെയാണ് അപ്പോസ്തലനായ പൗലോസ്
പത്രോസാണെങ്കിലും ഈ ലേഖനങ്ങളെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്ന അഡ്രസ്സ് ചെയ്യുന്നത് അന്ന് സഭകളിൽ നിലവിലുണ്ടായിരുന്ന ദുരുപദേശങ്ങളെയാണ്. അതിനേറ്റവും നല്ലൊരു ഉദാഹരണം കൊരിന്ത്യ സഭ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കൊരിന്ത്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിലെ വേദഭാഗം വായിച്ചു. അതിൽ ഓരോ അധ്യായം, ആദ്യത്തെ 1, 2, 3 അധ്യായങ്ങൾ സഭയിലെ പക്ഷം പിടിക്കുന്നവരെ കുറിച്ചാണ്. നോക്കുക, അവിടെ പാർട്ടീഷൻ ഉണ്ടായിരുന്നു, പിന്നെ അഭിപ്രായക്കാരുണ്ടായിരുന്നു, ഓരോ പക്ഷം പിടിക്കുന്നവരായിട്ട് ആ സഭയിലെ ആളുകളുണ്ടായിരുന്നു. ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ, കേഫാവിൻ്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ, അങ്ങനെ 3-4 വിഭാഗങ്ങളായി തിരിഞ്ഞ് പോകുന്നൊരു കൂട്ടർ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജാതികളിൽ പോലും ഇല്ലാത്തൊരു അശുദ്ധി ആ സഭയിൽ ഉണ്ടായിരുന്നതായിട്ട് 5-ാം അധ്യായത്തിൽ കാണും. 6-ാം അധ്യായം നമ്മൾ ഇന്നലെ ചിന്തിച്ചതും അതിനോട് തുടർന്നാണ്. അശുദ്ധമായ ജീവിതം നയിക്കുന്ന ആളുകൾ സഭയിലുണ്ടായിരുന്നു. 7-ാം അധ്യായത്തിലും വരുമ്പോൾ അശുദ്ധിയെക്കുറിച്ചാണ് വീണ്ടും. 8-ാം അധ്യായത്തിൽ വരുമ്പോൾ വിഗ്രഹാർപ്പിതം തിന്നുന്നതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. 9-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടുത്തെ പാസ്റ്ററിനെ, അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ഓരോ അധ്യായങ്ങളും പഠിക്കുമ്പോൾ ഓരോ ഇഷ്യൂസിനെയാണ് അവിടെ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ അർത്ഥം പുതിയ നിയമസഭ ഇതിൽ നിന്നും വിമുക്തമായിരുന്നില്ല. ഒരു ഭാഗത്ത് അവർ കൃപാവരത്തിൽ കുറവില്ലാതെ മുമ്പോട്ട് പോകുമ്പോഴും ദൈവസഭയ്ക്കകത്ത് ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഞാനത് പറയാൻ കാരണം, നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ നമ്മുടെ ജീവിതത്തെ കാണുവാൻ നമുക്ക് സാധിക്കണം. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദൈവകൃപയിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. പലരെയും ആത്മീയ ജീവിതത്തിൽ പുറകോട്ട് പോകുന്ന പലരെയും കാണുമ്പോൾ അവർ പറയുന്ന റീസൺസ്, മറ്റുള്ളവരെ നോക്കി ഞാൻ ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ചത് എന്നൊക്കെയുള്ളതായ ഒത്തിരി അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് പലരുടെയും ജീവിതത്തിൽ. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, കൊരിന്ത്യ ലേഖനത്തിൻ്റെ തന്നെ പൗലോസ് പറഞ്ഞ് ആരംഭിക്കുക 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യമാണെന്ന് നമ്മളിങ്ങനെ തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, നമ്മെ ആരെങ്കിലും സ്വാധീനിച്ചിവിടെ കൊണ്ടുവന്നതല്ല. ഒരുപക്ഷെ മുഖാന്തരങ്ങൾ ദൈവം പല വഴിയിൽ ഉപയോഗിച്ചിട്ടുണ്ടാകാം, എന്നാൽ നമ്മെ വിളിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ അന്ത്യം വരെ വിശ്വസ്തതയോടെ ആയിരിക്കാൻ. കൂടെ നിൽക്കുന്നവർ മാറിപ്പോയെന്ന് വരാം, മുൻപിൽ നിൽക്കുന്നവർ വഴുതി വീണെന്ന് വരാം, പക്ഷേ ആമേൻ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് അന്ത്യം വരെ വിശ്വസ്തയോടെ നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും ദൈവം കൃപ തരട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്ന്, ഈ അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ പല നിലയിലുള്ള ദുരുപദേശങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് വരട്ടെ, അന്യഭാഷ. ഈ അന്യഭാഷയെക്കുറിച്ചും ധാരാളം ചിന്താഗതികൾ നമ്മുടെ ഇടയിലുണ്ട്. അത് ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഇന്ന് കൂടുതലാണ്. ധാരാളം ചിന്താഗതികളുണ്ട്. പല കാരണങ്ങൾ അതിനുണ്ടെങ്കിലും എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ചില കാര്യങ്ങൾ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, സംശയങ്ങളൊക്കെ വ്യാപകമായി നമ്മുടെ ഇടയിലുണ്ട്. ഇത് വിശ്വസിക്കാത്ത കുറേ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതുപോലെ അവരുടെ സ്വാധീനം ഒക്കെ വളരെ ശക്തമാണ് നമ്മുടെ സമൂഹത്തിൽ. ഞാൻ പറഞ്ഞില്ല, അതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാലത്ത് നമ്മുടെ നടുവിലുണ്ടായിരുന്ന ആരാധന അനുഭവങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ഈ അന്യഭാഷ പറയുന്നത് തങ്ങളുടെ അന്തസ്സിന് ചേരുന്നതല്ലെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പല റീസൺസ് അതിനുണ്ട്. എന്നാൽ ദൈവവചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് ഈ അനുഭവം? പരിശുദ്ധാത്മ സ്നാനത്തോടൊപ്പം എല്ലാവർക്കും, ആത്മസ്നാനത്തോടുകൂടെ എല്ലാവർക്കും ഉള്ളതാണ് അന്യഭാഷ. ചിലരതിനെ വരമായി മാത്രം കരുതുന്നു. വരം ദൈവത്തിന് ഇഷ്ടമുള്ളവർക്ക് ദൈവം കൊടുക്കുന്നു, എല്ലാവർക്കും വേണമെന്നില്ല എന്ന് പഠിപ്പിക്കുന്നവർ, വിശ്വസിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ഞാനതുകൊണ്ട് പറയും, നമ്മളിതിനെ ശരിയായ നിലയിൽ വചനത്തിലൂടെ മനസ്സിലാക്കി നാം ആ അനുഭവത്തിന് വേണ്ടി ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവിന് സ്തോത്രം. ഒരിക്കൽ ഈ അനുഭവത്തിന് വേണ്ടി ആഗ്രഹിച്ച ദൈവമക്കളുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം, പൊതുവായി പരസ്യമായി പണ്ടൊക്കെ നമുക്കറിയാം കാത്തിരിപ്പ് യോഗങ്ങൾ തനിയെ ക്രമീകരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരെയും നിർബന്ധിച്ച് അന്നുണ്ടായിരുന്ന ദൈവദാസന്മാർ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും കാണുമ്പോഴൊക്കെ ചോദിക്കുക, വിഷയം പ്രാപിച്ചാണോ? നീ പ്രാപിച്ചില്ലല്ലോ, ഈ ഉപവാസ പ്രാർത്ഥന പ്രാപിച്ചോ എന്നൊക്കെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ ചോദിക്കാറ്. ഇന്ന് കുറ്റബോധത്തോടെ പറയട്ടെ, ഞങ്ങളും അങ്ങനെ ചോദിക്കാറില്ല.
ഞാൻ ചോദിക്കാറില്ല കേട്ടോ. വളരെ പേഴ്സണലായിട്ട് ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴേ ചോദിക്കാറുള്ളൂ. എന്നാൽ അന്നങ്ങനെയല്ല, പാസ്റ്റർമാർ കാണുമ്പോഴല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കുടുംബമായിട്ട് ഞങ്ങൾ വിശ്വാസത്തിലല്ലെങ്കിൽ പോലും ആദ്യം കാണുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നത് ഇതാണ്. അപ്പോഴെല്ലാം നമുക്കൊരു കുറ്റബോധം തോന്നുമായിരുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു വലിയ വാഞ്ച നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമായിരുന്നു. ഇടയ്ക്കേറി പറഞ്ഞോട്ടെ, എൻ്റെ കൂടെ ഉള്ളവരെല്ലാം അഭിഷേകം പ്രാപിച്ചിട്ട് ഞാൻ പ്രാപിച്ചില്ല. അത് അതിലും നാണക്കേടായി. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. പിന്നെ ഒത്തിരി കഴിഞ്ഞാണ് കർത്താവിൻ്റെ കൃപയാൽ അത് പ്രാപിപ്പാൻ കഴിഞ്ഞത്. ഈ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് നമ്മളിതിനെ നിരാകരിച്ചാൽ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, നമുക്കൊരു എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ അല്ലേ? നമുക്കെല്ലാം ഒരു സ്റ്റാറ്റസ് സിമ്പലുകളുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളിതിനെ നിരാകരിക്കുമ്പോൾ, അതിന് ഒരു ദൈവഭക്തനായ ഒരു മനുഷ്യൻ പറഞ്ഞ ഉദാഹരണം ഞാൻ എപ്പോഴും ഓർക്കും. അത് നടന്ന അമേരിക്കയിലാണ്. അമേരിക്കയിൽ ജ്യേഷ്ഠനും അനിയനും ഉണ്ട്. ഇവരിങ്ങനെ, അപ്പം അനിയൻ ജ്യേഷ്ഠനെ വിളിച്ചുകൊണ്ടിരുന്നത് അച്ചാച്ച എന്നാണ്. നമ്മുടെ മലയാളികളുടെ ഇടയിൽ സ്വഭാവം വിളിക്കുക അച്ചാച്ച അച്ചാച്ച. പക്ഷേ ഇത് ഇംഗ്ലീഷുകാർക്കൊന്നും ഈ അച്ചാച്ച വിളിയില്ല, പേര് വിളിച്ചുള്ള ഒരു. അപ്പോൾ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടതാണ്. അപ്പോൾ ഇവൻ വളരെ ചേട്ടനോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അച്ചാച്ച അച്ചാന്ന് എപ്പോഴും വിളിക്കും. അപ്പോൾ യാദൃച്ഛിയാൽ ഈ ജ്യേഷ്ഠൻ തൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് വെള്ളക്കാരനുമായിട്ട് ഇങ്ങനെ ഇവൻ്റെ സ്കൂളിൻ്റെ സമീപത്തൂടെ ഇങ്ങനെ പോവുക. ഈ വെള്ളക്കാരനും ഈ ജ്യേഷ്ഠനും കൂടെ സ്കൂളിൻ്റെ സമീപത്തൂടെ പോകുമ്പോൾ ഈ അനിയനെ ഈ അച്ചാച്ചനെ കണ്ടു. അവൻ ഓടി അച്ചാച്ച അച്ചാച്ചാന്ന് പറഞ്ഞ് ഓടി വന്നു. പക്ഷെ ഇവന് ഞങ്ങൾ പറഞ്ഞ സാക്ഷി, ഇദ്ദേഹത്തിന് ഇതങ്ങ് ഭയങ്കര നാണക്കേടായി. കാരണം എൻ്റെ വെള്ളക്കാരൻ സുഹൃത്തിൻ്റെ മുമ്പിൽ വന്ന് ഇവൻ ഈ അച്ചാച്ചാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം ഇതാണ്: ആ കോമ്പൗണ്ടിനകത്ത് നിന്ന് ഈ കുഞ്ഞി വിളിക്കുന്നത്, അനിയൻ വിളിക്കുന്നത്. പക്ഷെ ഇവൻ അവനെ മൈൻഡ് ചെയ്തില്ല. കാരണം ഈ വെള്ളക്കാരൻ്റെ മുമ്പിൽ നാണക്കേടാതിരിക്കാൻ വേണ്ടി മൈൻഡ് ചെയ്യാതെ അങ്ങ് നടന്നുപോയി. അപ്പോൾ ഈ വെള്ളക്കാരൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ, വാട്ട് ഈ സെയിങ്, അച്ചാച്ച എന്ത് ചെയ്യും? അവൻ പറഞ്ഞ ഐ ഡോണ്ട് നോ ആരാന്നും പറഞ്ഞ് അവൻ വലിയ ആളായിട്ടങ്ങ് പോയി. തിരിച്ച് ഇവന് ഭയങ്കര മനസ്സിന് വിഷമമായി ഈ കൊച്ചന്. ഇവൻ തിരിച്ച് വീട്ടിൽ ചെന്ന് ഇവനെ ഒത്തിരി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മോനെ, ഈ വെള്ളക്കാരൻ അവന് പക്ഷേ അദ്ദേഹം പറഞ്ഞ സാക്ഷ്യമാണ്, അവൻ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും എന്നെ ആ പേര് വിളിച്ചിട്ടില്ല, അച്ചാച്ചാന്ന്. പ്രൈസ് ലോർഡ്. ജ്യേഷ്ഠൻ പറയുന്നത്, ഞാൻ പിന്നെ അതിനൊത്തിരി പരിതപിക്കേണ്ട വന്നു. അവൻ്റെ ആ സ്നേഹവായ്പുള്ള ആ വിളി എനിക്ക് അതുകൊണ്ട് നഷ്ടപ്പെട്ടു. രണ്ടുപേരും ഒന്ന് വലിയ ആൾക്കാരാണ് അമേരിക്കയിൽ. പക്ഷേ അവൻ പറയുകയാണ്, അന്ന് തൊട്ട് അവൻ എന്നെ പേരേ പറയത്തുള്ളൂ. പക്ഷേ ആ സ്നേഹത്തോടുള്ള ആ പേര് വിളി അന്നുകൊണ്ട് അവൻ നിർത്തി. ഞാനിത് അന്യഭാഷയോട് ബന്ധപ്പെട്ട് പറയാൻ കാരണം, ഈ പൊതുസമക്ഷത്തിൽ പല കാരണങ്ങളാൽ ഇതിനെ നിരാകരിക്കുന്ന മനുഷ്യരുണ്ട്. ഒന്ന് ഈ ആൾക്കാരെ നോക്കിയോ മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ മടിയുണ്ടോ, അല്ലെങ്കിൽ ഒരാളെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭാഷ ഞാൻ അന്യഭാഷ പറയാറുണ്ട്, പക്ഷേ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ പറയത്തുള്ളൂ. ഇന്നലെ ഇന്നും വന്നവരല്ല, ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ബന്ധുവസി വന്ന ഒരാളെന്നോട് പറഞ്ഞു, ഭാഷ ഞാൻ രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്തോ പറയും, അല്ല പറയില്ലെന്ന്. ഇങ്ങനെ പല ഡെഫിനിഷൻ ഇതിനുണ്ട്, പല. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവമാണിതെങ്കിൽ ഇനി മറ്റ് ചില ചിന്തകൾ നിങ്ങളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വന്നിരിക്കുന്ന ഈ കാലയളവിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ സുവിശേഷ വിഹിത സഭകൾ, അതായത് മർത്തോമ, CSI, ഇവാഞ്ചലിക്കൽ, ബ്രദറൻ, ഈ സഭകളെല്ലാം നമ്മളെപ്പോലെ തന്നെ ഉപദേശത്തിൽ വിശ്വസിക്കുന്നവരാണ്, പരിശുദ്ധാത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ഈ അന്യഭാഷയെക്കുറിച്ച് അവർ പറയുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കി. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ല, ഇന്ന് മീഡിയയിൽ കൂടെ ധാരാളം കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്. അവർ ഈ അന്യഭാഷയെക്കുറിച്ച് പറയുന്നത് നമ്മളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു, കാരണം അവർ ദൈവനം പഠിക്കുന്നവരാണ്. ധാരാളം സംഭാവനകൾ ക്രൈസ്തവ സമൂഹത്തിന് പാട്ടിലൂടെയാണെങ്കിലും വചനത്തിലൂടെയാണെങ്കിലും ഒക്കെ അവർ നൽകിയിട്ടുള്ളത്. നാം എപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ സമുദായം വിട്ടു വന്ന ചിലരെങ്കിലും ഇവിടെ ഉണ്ടല്ലോ. നമ്മളെന്തിനാ അത് വിട്ടു വന്നേ? മനുഷ്യർ നല്ല അല്ലാഞ്ഞുകൊണ്ടാണോ? എത്ര നല്ല മനുഷ്യരായിരുന്നു അവർ. എന്നാൽ ദൈവം നമുക്ക് ഈ വെളിപ്പാട് തന്നപ്പോൾ, ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയും ഈ ആത്മാനുഭവത്തെ ഒക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ, നമ്മൾ അതിനെയൊക്കെ വിട്ട്, ഒരുപക്ഷെ നമ്മൾ സ്നേഹിച്ചവരായിരുന്നെങ്കിലും അവരോടൊക്കെ ഒരു വേർതിരിവ് പാലിക്കേണ്ട വന്നത് എന്തുകൊണ്ടാണ്? അവർ നല്ല മനുഷ്യരല്ലാത്തത് കൊണ്ടല്ല. ഈ സത്യം എനിക്ക് നിങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തി തന്നപ്പോൾ അതിനുവേണ്ടി വില കൊടുത്ത് മുന്നോട്ട് ഇറങ്ങുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. കർത്താവിൻ്റെ വചനം പറയുന്ന, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് നമ്മെ പോലെയുള്ള ശിശുക്കൾക്ക് ദൈവം ഇത് വെളിപ്പെടുത്തിയെങ്കിൽ
നമ്മുടെ പിതാക്കന്മാർ അത് പിൻപറ്റിയെങ്കിൽ ദൈവമക്കളെ ആ അനുഭവത്തിന് വേണ്ടി നിൽക്കാൻ നമുക്കും നമ്മുടെ തലമുറകൾക്കും ദൈവം ഭാഗ്യം തരട്ടെ. നോക്കുക, അപ്പം ഇവർ പറയുന്നൊരു കാര്യം, അവരുടെ വ്യാഖ്യാനത്തിൽ അവർ പറയുന്നത് ഈ അന്യഭാഷ, ഗ്ലോസലേലിയ എന്നാണ് അതിന് ഗ്രീക്കിൽ പറയുന്നത്. ഗ്ലോസെ എന്ന് പറഞ്ഞാൽ ടങ് എന്നാണ്, ഭാഷയെന്നാണ്. ഗ്ലോസലേലിയ എന്നാണ് ഗ്രീക്കിൽ. ഈ ഗ്ലോസലേലിയെക്കുറിച്ച് അവർ വിശദീകരിക്കുമ്പോൾ അന്ന് 3 അനുഭവങ്ങൾ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, അവരെ കേട്ടു, വലിയ ശബ്ദം കേട്ടു, കണ്ടു, അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, കണ്ടു, സംസാരിച്ചു, അന്യഭാഷ സംസാരിച്ചു. അപ്പോൾ 3 അനുഭവം അവർക്കുണ്ടായി. ഒന്ന് കണ്ടു, അല്ലെങ്കിൽ കേട്ടു, കണ്ടു, സംസാരിച്ചു. ഇതിനെ 3നെയും ഒരു ജനറലായിട്ടാണ് അവർ വിശദീകരിക്കുന്നത്. ഒന്ന് പറയുന്നു, പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചു. അവർ ദൈവശബ്ദം കേട്ടു, അവർ കാണുന്നു, ഒരു പുതിയ കാഴ്ചപ്പാട് അവർക്കുണ്ടാകുന്നു. അവർ സംസാരിച്ചു, അതർ ടങ്സ്, പല ഭാഷകളിൽ സംസാരിച്ചു എന്ന് പറയുമ്പോൾ അവരതിന് കൊടുക്കുന്ന വിശദീകരണം എന്ന് പറയുക, ഇത് ക്രിസ്ത്യാനിറ്റിയുടെ യൂണിവേഴ്സാലിറ്റിയെ കാണിക്കുന്നതാണ്. അതായത് ഈ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? സാർവത്രികമാണ്. നമ്മൾ 2-ാം അധ്യായം 11:9 തൊട്ട് 11 വരെ വായിച്ചു വരുമ്പോൾ 15 കൂട്ടം ആളുകൾ നിലവിലുണ്ടായിരുന്ന ഗ്രീക്കോ റോമൻ വേൾഡിലുണ്ടായിരുന്ന 15 വിഭാഗം ആളുകൾ അന്നേരം കൂടിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യം പറഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് അവർ പറയുന്നത്, ഇറ്റ് പ്രൂവ്സ് ദ യൂണിവേഴ്സാലിറ്റി ഓഫ് ദ ചർച്ച്. ഈ അന്യഭാഷ എന്ന് പറഞ്ഞാൽ അത് ചർച്ചിൻ്റെ ഒരു യൂണിവേഴ്സാലിറ്റിയെ കാണിക്കാനായിട്ട് പറഞ്ഞതാണ്. ഒരു ചിന്തയാണ് അവർ പറയുന്ന കാര്യങ്ങൾ. നമുക്കതൊക്കെ ജനറലി അക്സെപ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കോൺക്രീറ്റ് ആയിട്ട് എന്താ അവിടെ നടന്നത്? ഈ അനുഭവം ഉണ്ടോ? നമ്മൾ വിശ്വസിക്കുന്നത് പോലെ പരിശുദ്ധാത്മ സ്നാനത്താൽ ഒരു വ്യക്തി അന്യഭാഷയിൽ സംസാരിക്കുമോ? ആ അനുഭവം ഉണ്ടോ എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം. മറ്റൊന്ന് അവർ പറയുന്നത്, അങ്ങനെ 9 തൊട്ട് 11 വരെ ഒന്ന് വായിക്കാമോ? 2-ന്റെ 9 തൊട്ട് 11 വരെ വായിക്കുമ്പോഴാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ അവർ കൊടുക്കുന്നത്. ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ, അപ്പോൾ 10-15 വിഭാഗം ആളുകൾ ഗ്രീക്കോ റോമൻ വേൾഡിൽ നിന്നുള്ള, അന്ന് നിലവിലുള്ള മെഡിറ്ററേനിയന് ചുറ്റും കിടക്കുന്ന ഗ്രീക്കോ റോമൻ വേൾഡിലുള്ള 10-15 രാജ്യങ്ങൾ അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ നിന്നുള്ള ഗ്രൂപ്പുകൾ അവിടെ വന്നിട്ടുണ്ട്. വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഭാഷകളിൽ, നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നല്ലോ. അപ്പോൾ ഇതെല്ലാവർക്കും ഉള്ളതാണ്. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കാനുള്ള ഒരു യൂണിവേഴ്സാലിറ്റിയുടെ ഒരു സൈനായിട്ടാണ് അവിടെ ഇതുണ്ടായത് എന്നവർ വാദിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നത് ഇതാണ്, അപ്പോൾ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ചു എന്ന് പറയുമ്പോൾ അന്യഭാഷയെക്കുറിച്ച് അവർ കൊടുക്കുന്നൊരു വ്യാഖ്യാനം ഇതാണ്, ഇറ്റ്സ് എ സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ടു സ്പീക്ക് ഇൻ റെക്കഗ്നൈസബിൾ ലാംഗ്വേജ്. ശ്രദ്ധിക്കട്ടെ, അതായത് കേൾവിക്കാർക്ക് സുഗ്രാഹ്യമാംവിധം ആശയവിനിമയം ചെയ്യാനുള്ള അസാധാരണ കഴിവാണ് അന്യഭാഷ. കേൾക്കുമ്പോൾ നല്ല ഇമ്പമായിട്ട് തോന്നും കേട്ടോ. നല്ലൊരു എക്സ്പ്ലനേഷനാണ്. സുവിശേഷ വിവിധ സഭകൾ വ്യാഖ്യാനിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കി, ഒന്നുകൂടെ പറയാം. കേൾവിക്കാർക്ക് സുഗ്രഹമാംവിധം ആശയവിനിമയം ചെയ്യാനുള്ള അസാധാരണമായ കഴിവ്, സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ടു സ്പീക്ക് ഇൻ റെക്കഗ്നൈസബിൾ ലാംഗ്വേജ്. നമ്മൾ ഈ പറയുന്ന ലാംഗ്വേജ് ഒന്നും അവർ വിശ്വസിക്കുന്നില്ല, അവരതിനെ വേറെ അർത്ഥത്തിലാണ് കാണുന്നത്. മറ്റൊന്നവർ പറയുന്നത് ആത്മപ്രേരിതവും സുഗ്രാഹ്യവുമായ വചനപ്രഘോഷണമാണ് അന്യഭാഷ. ഇതാണ് സുവിശേഷ വിവിധ സഭകൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇൻസ്പയർഡ് ആൻഡ് ഇൻ്റലിജിബിൾ പ്രീച്ചിങ് ഓഫ് ദ വേർഡ്. ഇപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വൻകാര്യമല്ലേ അവർ പറഞ്ഞത്? ഇപ്പോൾ വചനമാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അത് മറ്റുള്ളവർക്ക് മനസ്സിലായി. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള അവരുടെ അസാധാരണമായ കഴിവാണ് അന്യഭാഷ. ഞാനിത് പറഞ്ഞത് നമ്മളിതൊന്ന് ഇതൊരു സ്റ്റഡിയും കൂടെയാണ്, നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം. അവരുടെ ചിന്തയിൽ എത്രയേ ഉള്ളൂ. ആത്മപ്രേരിതവും സുഗ്രാഹ്യവുമായ വചനപ്രഘോഷമാണ് അന്യഭാഷ.
ഞാൻ ചോദിക്കട്ടെ, അപ്പം നമ്മൾ പ്രാപിച്ചതോ? നമ്മൾ പ്രാപിച്ച അന്യഭാഷയോ? പ്രൈസ് ദി ലോർഡ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ കാര്യത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. ഈ ദിവസങ്ങളിൽ പല വിധത്തിലുള്ള ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കേണ്ട വലിയ ആവശ്യകത ഈ ഒരു സാഹചര്യത്തിൽ വളരെ ആവശ്യമായി വരുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ഗ്ലോസലയിലൂടെ ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ഇങ്ങനെയുള്ള എഴുത്തുകളിലൊക്കെ അവർ ചെയ്യാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, ഈ അനുഭവം ഒരു മിഥ്യയൊന്നുമല്ല. പരിശുദ്ധാത്മ സ്നാനത്തോടുകൂടെ എല്ലാവർക്കും ലഭ്യമാകുന്നതാണ് അന്യഭാഷ. ദൈവത്തിന് സ്തോത്രം. അതിന് പ്രായവ്യത്യാസമോ നിറവ്യത്യാസമോ വലിപ്പച്ചെറുപ്പമോ ഒന്നുമില്ല. ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന തൻ്റെ മക്കളുടെ മേൽ ദൈവം പകരം. ഞാൻ ഒരു കാര്യം ഇന്ന് രാത്രിയിലൂടെ നിൽക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, എന്നിൽ ദൈവം അത് പകർന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരിലും പകരാൻ ദൈവത്തിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിന് യോഗ്യതയില്ലാതിരുന്ന എന്നെ കർത്താവ് വിളിച്ച് സ്തോത്രം 10 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനോ ഒരു വാക്ക് ചൂനെ പറയാനോ അറിയാതിരുന്ന എന്നെ പരിശുദ്ധാത്മാവിൽ നിറച്ച് അവൻ്റെ വചനമായി നിങ്ങളുടെ മുമ്പിൽ നിർത്താൻ ദൈവത്തിന് കൃപ തോന്നിയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ആരൊരു കൊച്ചു കുഞ്ഞിനെ പോലും ആ അനുഭവത്തിലേക്ക് നടത്താൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ കൊണ്ടോ അതേ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചോ നമ്മളതിനെ വെറുമയായി എണ്ണിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഏറ്റു പറയണം, കർത്താവേ കുറവുകളെ ക്ഷമിക്കണമേ. പലപ്പോഴും നമ്മുടെ സ്റ്റാറ്റസ് സിമ്പൽ നോക്കിയോ നമ്മുടെ അഭിമാനം നോക്കിയോ നമ്മുടെ സൗകര്യങ്ങൾ നോക്കിയോ മറ്റുള്ളവരെ നോക്കിയോ ഒക്കെ ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ഏറ്റു പറഞ്ഞ് ഈ ശ്രേഷ്ഠമേറിയ അനുഭവത്തിനു വേണ്ടി കർത്താവ് നമ്മെ വിളിച്ചെങ്കിൽ അതിൻ്റെ ആ നിറവിലേക്ക് ദൈവം നമ്മെ നടത്തുവാനായിട്ട് ആത്മാർത്ഥമായി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ആഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളത് നിരസിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ്, കർത്താവേ ഈ ആത്മീയ അനുഭവത്തിൽ നാം അതെന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ആ ആത്മീയ അനുഭവത്തിലേക്ക് വരുവാൻ നമുക്ക് കഴിയുന്നത്. വേഗം നമ്മൾ ഈ അനുഭവത്തിൻ്റെ ബന്ധപ്പെട്ട് തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റ് അധ്യായങ്ങളിലൂടെ ഒന്നുകൂടി കടന്നുപോയി നമുക്ക് ആ ചിന്ത അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 1-ാം അധ്യായത്തിൽ നമ്മൾ വളരെ സമയം 1-2 അധ്യായങ്ങളിൽ നമ്മൾ ചെലവഴിച്ചു. അവിടെ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയത് ജീവിതത്തിനും ശുശ്രൂഷയ്ക്കും ഒരുപോലെ ദൈവശക്തി നമ്മുടെ ഈ ജഡത്തിൽ വന്നിറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് കഴിഞ്ഞ ദിവസമൊക്കെ നാം പഠിച്ചതിൻ്റെ രത്നച്ചുരുക്കം. റോമാലേഖനം 8-ാം അധ്യായം മറ്റു ഭാഗങ്ങളിൽ എല്ലാ വാക്യങ്ങളും നമ്മൾ കോർത്തിണക്കി ചിന്തിക്കുവാൻ സമയമെടുക്കുന്നില്ലെങ്കിൽ റോമർ 8:2 എഴുതിയിരിക്കുന്നത് 8-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന്. അപ്പോൾ ഈ ആത്മാവാണ് നമുക്ക് സ്വാതന്ത്ര്യം, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് നമ്മൾ പറയുവാനായിട്ട് ഇടയായത്. ദൈവത്തിന് സ്തോത്രം. പിന്നീട് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഈ 2-ാം അധ്യായം നമ്മൾ വായിച്ച ആ ഭാഗത്ത് അന്ന് കൂടി വന്നവർക്കെല്ലാം മനസ്സിലായി. അവർ ഊന്നി പറയുന്നൊരു പോയിന്റ് ഇതാണ്, ഇന്ന് നിങ്ങൾ പറയുന്ന ഈ അന്യഭാഷ എന്താണ്, അത് വല്ലവർക്കും മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ 2-ാം അധ്യായം പഠിച്ചാൽ അവിടെ എല്ലാവർക്കും മനസ്സിലായെന്ന് എഴുതിയിട്ടില്ല. ഈ 15 കൂട്ടം ആളുകൾ അതിലധികം ഉണ്ടായിരിക്കാം, അവർക്ക് മനസ്സിലായെന്ന് എഴുതിയതോടൊപ്പം തന്നെ നിങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ അതിൻ്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചേ. 13-ാം വാക്യം. മതി. 1-2 വാക്യം മുന്നോട്ടൂടെ വായിച്ചു. 11 മുതൽ വായിച്ചു. 11 മുതൽ. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം കുറച്ചാളുകൾ ഭ്രമിച്ച് ചഞ്ചലിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു ഇവരെ പുതുവീഞ്ഞ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവരവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും അത് മനസ്സിലായില്ല എന്നും അവിടെ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ചിലർക്കത് തിരിഞ്ഞില്ല എന്നും നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം.
ഞാൻ പറഞ്ഞല്ലോ, ശക്തമായ അവരുടെ ഒരു വാദഗതി അതാണ്. അന്യഭാഷ കേട്ടവർക്കെല്ലാം തിരിഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ കൊരിന്ത്യ ലേഖനം കൂടെ ഇതിനോട് ചേർന്ന് പഠിക്കാറുണ്ട്. കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ് ചോദിക്കുന്നുണ്ട്, എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നുവോ? എല്ലാവർക്കും ഇല്ല എന്ന് സ്ഥാപിക്കാനായിട്ട് ആ വാക്യം ഇതിനോട് ചേർത്ത് പറയുന്ന ഒരു ചിന്താഗതിയുണ്ട്. എന്നാൽ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് 12-ാം അധ്യായം കൃപാവരത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ്. നമുക്കറിയാം, കൊരിന്ത്യ സഭയിലെ മറ്റൊരു പ്രശ്നം, അവർ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായിരുന്നു. പക്ഷേ അത് യൂസ് ചെയ്യുന്നതിലുള്ള ചില ക്രമക്കേടുകൾ അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഓർഡർ ഇല്ലാതെ പോയതാണ് പൗലോസ് അവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ നിലയിലാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം നമ്മൾ ആദ്യം തൊട്ട് പഠിച്ചു വരുമ്പോൾ, പ്രത്യേകിച്ച് 7 മുതൽ വരുന്ന ഭാഗത്ത് അത് ഭാഷാപരമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തൊരു വരമാണ് പലവിധ ഭാഷകൾ. ആ ഭാഷകളുടെ വ്യാഖ്യാനമുള്ളതായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇത് മറ്റുള്ളവരുടെ ആത്മീയ അഭിവൃദ്ധിക്കായി നൽകുന്നതാണ് ഭാഷാപരം എന്നവിടെ പറയുന്നുണ്ട്. എന്നാൽ അന്യഭാഷയെക്കുറിച്ച് അങ്ങനെ അല്ല പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ആ വചനത്തിൽ നിന്ന്, കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രധാനമായിട്ടും കൊരിന്ത്യ ലേഖനത്തിലെ ഈ വാക്യങ്ങളാണ് പലപ്പോഴും അങ്ങനെയുള്ളവർ ഉപയോഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് വാസ്തവത്തിൽ അന്യഭാഷയെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ 2 ഭാഗം കൂടെ പഠിച്ചിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്ന അന്യഭാഷയും 1 കൊരിന്ത്യർ 12-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ പറയുന്ന അന്യഭാഷയും ഉപയോഗത്തിൽ, അല്ലെങ്കിൽ ദേ ആർ ദ സെയിം ഇൻ എസൻസ്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ എഴുതിയത് ടങ്സ് ഇൻ ആക്ട്സ് 2 ആൻഡ് ദ ടങ്സ് ഇൻ 1 Corinthians chapter 12 verse 12 to 14 are the same. They are the same in essence but different in purpose and use. ഇത് അന്യഭാഷ അതിൻ്റെ എസൻസിൽ ഒന്നാണെങ്കിലും അതിൻ്റെ പർപ്പസിലും യൂസിലും വ്യത്യാസമുണ്ട് എന്ന് അവിടെ തന്നെ വ്യക്തമാണ്. നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മുടെ അന്യഭാഷയെക്കുറിച്ച് മറ്റുള്ളവരെ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു വാദഗതിയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളിന്ന് 8-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ഉടനീളം പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തെ നിറച്ച സന്ദർഭങ്ങളിലൊക്കെ ഈ അനുഭവം ഉണ്ടായതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവവചനത്തിൽ അതിന് വ്യക്തമായ തെളിവ് നമ്മൾ കാണുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ശമരിയയിലെ അനുഭവത്തിൽ നമ്മൾ കാണുന്നു. ഇന്ന് രാത്രി ആ ഭാഗം കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. 8-ാം അധ്യായം 14 മുതൽ ചില വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ആ ആ ആ അവർക്കായി പ്രാർത്ഥിച്ചു. വന്നിരുന്നില്ല. ആ ആ ആ ലഭിച്ചു. ആ ആ ഈ 8-ാം അധ്യായത്തിൽ അന്യഭാഷ എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ 2-ാം അധ്യായത്തോട് ചേർന്ന് പഠിക്കുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ ഈ അനുഭവം ഉണ്ടായ സ്ഥാനത്ത് അവർക്ക് കാണുവാനും കേൾക്കുവാനും സംസാരിക്കുവാനും ചില അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് 8-ാം അധ്യായത്തിലും നമ്മളിപ്പോൾ വായിച്ചു നിർത്തിയെടുത്ത് അവിടെ നമ്മൾ കാണുന്നുണ്ട്, അവർ അവൻ്റെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ചത് കണ്ടാറെ. അപ്പോൾ കാണത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. ശിമോൻ കാണുകയാണ്. അന്യഭാഷയെക്കുറിച്ച് അവിടെ എടുത്തു പറയുന്നില്ലെങ്കിലും നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, പരിശുദ്ധാത്മ സ്നാനം അവിടെ ഉണ്ടായപ്പോൾ ശിമോൻ കാണത്തക്ക നിലയിൽ അത് അവിടെ വെളിപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗത്ത് അന്യഭാഷ എടുത്തു പറയുന്നില്ലെങ്കിലും കാണത്തക്ക നിലയിൽ പരിശുദ്ധാത്മ സ്നാനം അവിടെ ഉണ്ടായി. ഇനിയും ഈ അധ്യായത്തിലെ വിഷയം എന്താണ്? ശമരിയയിലുള്ള ജനം കർത്താവിൻ്റെ വചനം കേട്ട്, അല്ലെങ്കിൽ സുവിശേഷം കേട്ട് ആ പട്ടണം മുഴുവനും സന്തോഷിച്ച ഒരു നല്ല അനുഭവമാണല്ലോ 8-ാം അധ്യായം. ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, നമുക്കറിയാം അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ആളല്ല, മേശമേൽ ശുശ്രൂഷിക്കാനായിട്ട് തിരഞ്ഞെടുത്ത ഒരാളാണ്. പക്ഷേ നമ്മളിവിടെ വായിക്കുന്നത് അദ്ദേഹം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വചനം സുവിശേഷിച്ചും കൊണ്ട് പോയ കൂട്ടത്തിൽ ഫിലിപ്പയിലേക്ക് ചെന്ന് ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങൾ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യാൽ നോക്ക് ഏകമനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ഫിലിപ്പോസിലൂടെ ശമരിയ പട്ടണം മുഴുവനും കർത്താവിലേക്ക് തിരിയുകയാണ്. ഒരു പട്ടണം മുഴുവനും സന്തോഷിക്കാൻ അത് കാരണമായി.
അവിടെ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഷീമോൻ എന്ന് പറയുന്ന ആ വ്യക്തി ഒരല്പം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്പം ആഭിചാരവും മന്ത്രവുമായിട്ടൊക്കെ നടന്നൊരു മനുഷ്യനായിരുന്നു. ജനത്തെ ഭ്രമിപ്പിച്ച് നടക്കുന്നൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഈ സുവിശേഷം കേട്ടപ്പോൾ നമ്മളവിടെ വായിക്കുന്നു, ദൈവരാജ്യത്തെയും 12-ാം വാക്യം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ സ്നാനമേറ്റു. അടുത്ത വാക്യം, ശീമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ചേർന്ന് നിന്നെന്ന് പറഞ്ഞാൽ ഫിസിക്കലി ചേർന്ന് നിന്നെന്നല്ല, ആ വേർഡിൻ്റെ അർത്ഥം സുവിശേഷ വേലയിൽ പങ്കാളിയായെന്നാണ്. ചേർന്ന് നിന്നെന്ന് പറഞ്ഞാൽ ഫിസിക്കലി ചേർന്ന് നിന്നെന്നല്ല. ചേർന്ന് നിന്നെന്ന് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇതാണ്. ശീമോൻ വിശ്വസിച്ചു, പിന്നെ സ്നാനപ്പെട്ടു. നമ്മുടെ അതേ സെയിം പാറ്റേൺ അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തി ആദ്യം വിശ്വസിക്കുന്നു, വിശ്വസിച്ച് എന്ത് ചെയ്യുന്നു? അവിടെ ഒന്നും നമുക്ക് ശീമോനെ കുറ്റപ്പെടുത്താനൊക്കത്തില്ല. വിശ്വസിച്ചു, സ്നാനപ്പെട്ടു. ഈ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പടി അദ്ദേഹം മുന്നോട്ട് ആത്മീയമായിട്ട് വന്നു. ആ പട്ടണത്തിൽ സുവിശേഷം അറിയിക്കാൻ വന്ന ഫിലിപ്പോസിനോട് എല്ലാ സുവിശേഷ പ്രവർത്തനത്തിനും ആര് പോവും? ട്രാക്ടർ ഡിസ്ട്രിബ്യൂഷനും ആരുണ്ട്? ശീമോനുണ്ട്. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ശീമോൻ ഫിലിപ്പോസിനോട് അങ്ങ് ചേർന്ന് നിന്നു. തൻ്റെ ജോലിയൊക്കെ വിട്ടേച്ച് എന്നും ഫിലിപ്പോസ് ഉപദേശിയുടെ കൂടെ ഒരു വലം കൈയായിട്ട് ഇദ്ദേഹം സഞ്ചരിക്കാൻ തുടങ്ങി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പല ക്വാളിറ്റീസ് അദ്ദേഹത്തിനുണ്ട്. ആ സഭയിലെ ആദ്യ വിശ്വാസി, പിന്നെ ദൈവദാസനോട് ചേർന്ന് നിൽക്കുന്ന ആൾ, ശരിയായി മാനസാന്തരപ്പെട്ട ആൾ. അതാ ഞാൻ പറഞ്ഞത്, വിശ്വസിച്ച് സ്നാനപ്പെട്ട് ചേർന്ന് നിന്ന ആൾ. അപ്പോൾ എല്ലാ രീതിയിലും അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിത്വമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ മാറ്റങ്ങൾ വരുന്ന ഇവിടെയാണ്. നമ്മൾ 14 വായിച്ചു വരും. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനമൊക്കെയും കയ്യിൽ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് ഇത് ഈ കൈവെക്കുക എന്ന് പറയുന്നത് ഒരു ഓർഡിനേഷൻ എന്നുള്ള രീതിയിലല്ല അവിടെ പറയുന്നത്. നമുക്കറിയാം, അവർ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സിറ്റുവേഷനിൽ ഒന്ന് ചിന്തിച്ചേ, നമ്മൾ ദൈവസേനയിൽ ഇരിക്കുന്നു, ചിലപ്പോൾ ദൈവദാസന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നിരിക്കും, കൈവച്ചെന്നിരിക്കും. അല്ലാതെയും അഭിഷേകം പ്രാപിക്കാമെന്ന് ചോദിച്ചാൽ അഭിഷേകം പ്രാപിക്കും. നമ്മൾ എത്രയോ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. വീട്ടിലെ അടുക്കളയിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് വെച്ചൊക്കെ അഭിഷേകം പ്രാപിച്ച സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം, ഒരു പ്രാർത്ഥന വേളയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരാൾ നമുക്ക് വേണ്ടി ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നത് നമുക്കൊരു അനുഗ്രഹമാണ്. അതിനപ്പുറത്ത് അതിന് വലിയ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ദൈവദാസന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൈവച്ച് പ്രാർത്ഥിക്കുന്നു എന്നതുപോലെ. കൈവെപ്പ് എന്നുള്ള വിഷയം മറ്റൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം ഇവിടെ ആ നിലയിലുള്ളൊരു വലിയ കൈവെപ്പിനെ കുറിച്ചൊന്നുമല്ല. ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. നമ്മുടെ കൂട്ടൊരു പ്രാർത്ഥന യോഗമാണെന്ന് വിചാരിക്കുക. ആ യോഗത്തിൽ ദൈവത്തിൻ്റെ ദാസന്മാരുണ്ട്, പത്രോസും യോഹന്നാനും ഉണ്ട്. അവരെന്ത് ചെയ്യുകയാണ്? അവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിനായി അവർക്കായി പ്രാർത്ഥിച്ചു. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത്. ഞാൻ പലപ്പോഴും ആ ഭാവം വായിക്കുമ്പോൾ, ദൈവമേ, ഈ മനുഷ്യനോട് അങ്ങ് പ്രാപിച്ചാൽ പോരായിരുന്നു. ആ സഭയിലുള്ളവർക്ക് വേണ്ടിയല്ലേ അത് നടത്തിയത്. നമ്മുടെ ഭാഷ പറഞ്ഞാൽ പ്രാർത്ഥന എല്ലാവരും ഇല്ലേ. ശീമോൻ എന്ത് ചെയ്തെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? ശീമോൻ ഇത് നമുക്ക് ശീമോനോട് ശീമോനെ നീ കാണാനാണോ വന്നേ, അതോ നീ ഇവിടെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആ കൂട്ടത്തിൽ അതുടങ്ങ് ഇല്ലേ? ദൈവത്തിന് അങ്ങനെ വല്ല വേർതിരിവുണ്ടോ? ഒന്നുമില്ല. ശീമോനോട് എന്തെങ്കിലും ഇരുന്നിരുന്നെങ്കിൽ. പക്ഷേ ശീമോൻ എൻ്റെ ഭാഷ പറഞ്ഞാൽ ഇങ്ങനെ കണ്ണ് തുറന്നിരുന്നു, എന്തോ സംഭവിക്കുന്നതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കിയിരുന്നപ്പം ശീമോൻ നോക്കിയപ്പോൾ ആ പഴയ ചിന്തയിലേക്ക് പോയി. നമ്മളും അങ്ങനെ ദൈവസേനയെ അശ്രദ്ധമായിട്ടിരുന്നാലൊരു കുഴപ്പം അതാ, പലപ്പോഴും നമ്മുടെ ചിന്തയൊക്കെ പോകും. അപ്പോൾ ഇങ്ങനെ ചെന്നപ്പം തൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് ഒന്ന് ഓടിപ്പോയി. എന്തുവാ, പണ്ട് ഞാൻ ആഭിചാരവും മന്ത്രവാദവും ഒക്കെ ചെയ്യുമ്പോൾ പോലും ഇത്രയും ഈ പരിപാടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. നോക്കി ഇവർ കൈവച്ചപ്പം അങ്ങനെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ വായിച്ചു നോക്കി. അപ്പോസ്തലന്മാർ കൈവച്ചത് ലഭിച്ചത് ശീമോൻ കണ്ടാറേ. അയ്യോ, ആ ചിന്തയൊക്കെ എങ്ങനെ പോയി ദൈവസേനയെന്ന്? അതൊരു ഭയങ്കര ചിന്തയല്ലേ. നമ്മൾ ചിന്തിക്കേണ്ടത് ഇദ്ദേഹം ഒരു അവിശ്വാസിയൊന്നുമല്ല. അതാ ഞാൻ പറഞ്ഞത്, വിശ്വസിച്ച് സ്നാനപ്പെട്ട് സുവിശേഷ വേലയിൽ നിൽക്കുന്ന ആളാണ്. നമ്മുടെ ഭാഷ പറഞ്ഞ
അദ്ദേഹം പെട്ടെന്ന് തൻ്റെ മനസ്സിൽ പേട ഇത് കൊള്ളാമല്ലോ, ഇതെങ്ങനെങ്കിലും തനിക്ക് വേണം. എന്തുവാ ഈ അധികാരം എനിക്ക് നോക്കി വായിച്ചേ. ഞാൻ ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ ഈ അധികാരം എനിക്ക് വേണം, അധികാരം എനിക്ക് തരണം എന്ന് പറഞ്ഞു. ദ്രവ്യം കൊണ്ടുവന്നു. ഇത് ക്രൈസ്തവ സഭയിൽ പിന്നീട് വന്ന ഒരു വലിയ ഒരാശയം ഇതിൽ നിന്നാണ് വന്നിട്ട്. അതായത് ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് മേടിക്കാം. സഭാ സ്ഥാപനങ്ങളിലുമൊക്കെ നമ്മൾ പൊതുവെ വരുന്നൊരു ചിന്താഗതി അങ്ങനെ തന്നെ ഒരു ശൈലി ഉടലെടുത്തിട്ടുണ്ട്. അതായത് ക്രൈസ്തവ സഭകളിലൊക്കെ പണ്ട് മുതലേ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പണം കൊടുത്ത് സ്ഥാനമാനങ്ങൾ നേടുന്ന ഒരു ചിന്താഗതി ഇതിൽ നിന്നാണ് വന്നത്. നോക്കി, അതുകൊണ്ടാണ് അവിടെ പറയുന്നത് 20-ാം വാക്യം, പത്രോസ് അവനോട് ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ. ദൈവമക്കളെ, ഇത്ര ശക്തമായ ദൂതാണ് പത്രോസ് കൊടുക്കുക. ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് മേടിക്കാനൊക്കത്തില്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഈ ആത്മീയ അനുഭവം എന്ന് പറയുന്നത്, ദൈവമക്കളെ, ഈ ലോകത്തിൽ പല കാര്യങ്ങൾ നമുക്ക് നേടാം. പക്ഷേ ലോകത്തിന് തരാൻ കഴിയാത്തതൊന്നാണ് ദൈവം നമ്മുടെ മേൽ പകരുന്നെന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തോണം. ലോകത്തിന് തരുവാൻ കഴിയാത്തത്, പണത്തിന് തരുവാൻ കഴിയാത്തത്, ഈ ലോകത്തിൻ്റെ സമ്പത്തിനൊന്നും തരുവാൻ കഴിയാത്തതാണ് ഈ അനുഭവം എന്നുള്ള കാര്യം നാം വിശ്വസിക്കണം. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഇത് ദാനമായി ദൈവം നമുക്ക് നൽകുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവസന്നിധിയിലായിരിക്കണം. ഇവിടെ പറയുകയാണ് പത്രോസ് അവനോട് ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ. അടുത്തത് നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായതുകൊണ്ട് ഇക്കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. എന്താ ദൈവമക്കളെ ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? നമ്മുടെ പണമോ സ്ഥാനമോ മാനമോ ഒന്നുമല്ല ഇതിന് ആധാരം. 1. 2, ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം നേരുള്ളതല്ലെങ്കിൽ നമുക്കിത് പ്രാപിക്കാൻ കഴിയുകയില്ല. 3, അടുത്തത്, ഈ വഷളത്വം വിട്ട് നമ്മുടെ വഴികളിൽ, ജീവിത വഴികളിൽ, രഹസ്യവും പരസ്യമായ ജീവിത വഴികളിൽ ദൈവത്തിനേതമല്ലാത്ത വഷളത്വം നമ്മളുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ രാത്രി ചിന്തിച്ചതുപോലെ ഇത് നമുക്ക് നേടാൻ സാധ്യമല്ല. ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് നീ കർത്താവിനോട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നിനക്കും ഇത് കിട്ടും. അത്രേ പറഞ്ഞുള്ളൂ. നീ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് എല്ലാവർക്കും തരും. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ഇച്ഛിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം. ദൈവമക്കളെ, 2-3 കാര്യമാണ്. 1, നമ്മുടെ സ്ഥാനമാനങ്ങളെക്കാളെല്ലാം ഉപരി, നമ്മുടെ പണത്തെക്കാൾ, നമ്മുടെ പദവിയേക്കാളെല്ലാം ഉപരി കർത്താവിൻ്റെ സന്നിധി താഴാൻ നമുക്ക് കഴിയണം. 2, ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം നേരുള്ളതാണോ എന്നെന്നും ശോധന ചെയ്യണം. 3, നീ വഷളത്വം വിട്ട് കർത്താവിനോട് എന്ത് ചെയ്യണം? പക്ഷേ നിൻ്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിക്കുന്ന ഒരു കർത്താവ്. ദൈവസന്നിധി വന്ന് ഏറ്റു പറഞ്ഞാൽ പരിഹരിക്കാത്തത് എന്തുണ്ട്? കർത്താവിനോട് നമ്മുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട്, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഈ അനുഭവത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളയുന്ന എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഏറ്റു പറയുമ്പോൾ നമ്മോട് ക്ഷമിക്കുന്നൊരു ദൈവം. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും എന്ന് ഞാൻ കാണുന്ന ഒരു പ്രവചന ശൈലിയിലാണ് പത്രോസ് ഇത് പറയുന്നത് കേട്ടോ. എന്ന് ഞാൻ വളരെ ഞാൻ കാണുന്നു എന്ന് പറയാറില്ല, അതൊരു പ്രവചന ശൈലി തന്നെ ഉപയോഗിച്ചത്. ഈ ഹൃദയത്തിനകത്ത് വെച്ചിരിക്കുന്ന കയ്പും പകയും അനീതിയുടെ ബന്ധനവും ഒക്കെ ആർക്കാ കാണാൻ പറ്റുന്നത്? അതും ഏതും പോരാത്ത ശിമോന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്ന് സുവിശേഷ വേലയിൽ പങ്കുകാരായിരിക്കുന്ന ഈ ശിമോനെ നോക്കി ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പത്രോസ് നേരെ നോക്കി അങ്ങ് പറഞ്ഞു, നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ശിമോൻ അതിന് മറുപടി കൊടുത്താന്നറിയാം. ഞാൻ പ്രാർത്ഥിക്കാവുന്നൊന്നുമല്ല പറഞ്ഞേ, പിന്നെ നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് ഭവിക്കാതിരിപ്പാൻ അത്രയൊരു മര്യാദ കാണിച്ചു ശിമോൻ. ഇതൊന്നും എനിക്കെന്ത് ചെയ്യരുത്,
ഭവിക്കാതിരിപ്പാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി. ശിമോനെ കുറിച്ച് അത്രേ പറയുന്നുള്ളൂ. എൻ്റെ ചിന്ത ഇങ്ങനെ, ശിമോൻ കാണുന്നവരോടല്ലേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. എന്തിന്? ഇന്നും ആ ശിമോൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ശിമോൻ പ്രാർത്ഥിച്ചതായിട്ടും അവർ പ്രാർത്ഥിച്ചതായിട്ടും അവിടെ എഴുതിയിട്ടില്ല. പിന്നെ നമ്മൾ ശിമോനെ കുറിച്ച് ചരിത്രത്തിൽ വായിക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇന്നും ഇങ്ങനെയുള്ള ബാക്കി നമ്മളങ്ങ് ചേർത്താൽ മതി. നമ്മൾ പറയത്തില്ല എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന്. പ്രൈസ് ദൈവമക്കളെ, നമ്മളൊന്ന് ചെയ്താൽ മതി. മനസ്സ് തുറന്ന് കർത്താവിനോട് നമ്മുടെ കുറവേറ്റ് പറഞ്ഞ്, ദൈവമേ എന്നെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞാൽ നിറയ്ക്കുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. നമ്മെ അതിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. അപ്പോൾ ഇവിടെ ശീമോൻ കണ്ടാറെ. അപ്പോൾ പരിശുദ്ധാത്മ നിറവിൻ്റെ ഒരു പ്രത്യക്ഷ അനുഭവം അവിടെ ഉണ്ടായി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. 9-ാം അധ്യായത്തിലെ ഒരു ഭാഗം കൂടെ വായിച്ച് അവസാനിക്കും. 9-ാം അധ്യായത്തിൽ വരുമ്പോൾ ശൗലിന്റെ മാനസാന്തരമാണ്. ആ ശൗലിന്റെ മാനസാന്തരത്തിന് 17-ാം വാക്യം വായിച്ചാട്ടെ. 9:17. അവന്റെ മേൽ കൈവച്ചു. ശൗലിന്റെ മാനസാന്തരോടൊപ്പം തന്നെ പരിശുദ്ധാത്മ പൂർണ്ണത അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം അവനുണ്ടായി എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് നമ്മൾ പറയുന്ന വാക്യം ഇതാണ്. അനന്യാസിനെ അയച്ച് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവെക്കുകയാണ്. ശൗലെ സഹോദര, നീ പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന്. അപ്പൊ ശൗല ആത്മപൂർണനായി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഞാൻ പറഞ്ഞില്ല, വേദപുസ്തകത്തിൻ്റെ ഈ സന്ദേശങ്ങളൊക്കെ ചിലർ അവിശ്വസിക്കുന്നവർ കാണും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്മപൂർണ്ണത, ആ പൂർണ്ണനായ അനുഭവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പിന്നീട് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് തൻ്റെ പേഴ്സണൽ അനുഭവം പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 18-ാം വാക്യം എന്ന് വായിച്ചു. 1 കൊരിന്ത്യർ 14-18 വാക്യം. അപ്പോൾ പരിശുദ്ധാത്മ പൂർണ്ണനായ പൗലോസ് പിന്നീട് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ. അവിടെ താൻ പ്രസംഗിക്കുന്ന കാര്യമല്ല പറയുന്നത്, വചനം പറയുന്ന കാര്യമല്ല പറയുന്നത്. നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ആത്മപൂർണനായ പൗലോസിന് ഈ അനുഭവം ഉണ്ടായിരുന്നു. ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ പൗലോസ് വളരെ പ്രാഗൽഭ്യത്തോടെ പറയുകയാണ്, നിങ്ങളെല്ലാവരിലും അധികം അന്യഭാഷകളിൽ ഞാൻ സംസാരിക്കുന്നത് കൊണ്ട്. ദൈവമക്കളെ, ഇതൊരു ശ്രേഷ്ഠമേറിയ അനുഭവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളുണ്ടാകുമ്പോൾ നമുക്ക് നൽകപ്പെടുന്ന ശ്രേഷ്ഠമേറിയൊരു അനുഭവമാണ് അന്യഭാഷ എന്നുള്ളത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മുടെ മുഴുവാളത്വത്തെയും നിയന്ത്രിച്ച് കർത്തൃത്വം നമ്മളിൽ ഏറ്റെടുത്തൊരു കാര്യസ്ഥനായി നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ അവയവങ്ങളെയും നമ്മുടെ ജഡത്തെയും മനസ്സിനെയും ശരീരത്തെയും എല്ലാം പൂർണ്ണ നിയന്ത്രണത്തിലാക്കി അതോടൊപ്പം നമ്മുടെ നാവിൻ്റെ മേലും ആ നിയന്ത്രണം ഏറ്റെടുത്ത് നാവിൽ കൂടെ പ്രസ്താവിക്കുന്നതാണ് അന്യഭാഷ. പരിശുദ്ധാത്മാവ് നൽകുന്ന ഭാഷയാണത്. ദൈവത്തിന് സ്തോത്രം. 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ അവരുടെ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു എന്ന് മാത്രമല്ല, അവരെ ഓരോരുത്തരും എന്ത് ചെയ്തു? അന്യഭാഷകളിൽ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ. സ്വന്തം കയ്യിലിട്ട് പറയുന്നതല്ല, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ. അതെന്താണ് ഏതാണെന്നൊന്നും ഓർത്ത് ഭാരപ്പെടണ്ട. നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് കണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാവിൽ ദൈവം തരുന്നതാണ് അന്യഭാഷ. ആ അനുഭവം പ്രാപിച്ച ദൈവമക്കൾ അതിൽ മടി കാണിക്കരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളതിനെ നിരസിച്ചു കളഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കുകയാണ്, നമ്മളതിനെ കെടുത്തിക്കളയുകയാണ്. ഈ അനുഭവത്തിന് വില കൊടുക്കുന്ന, അവസരം കൊടുക്കുന്ന ദൈവമക്കൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് നമ്മുടെ കൂടിവരവുകളിൽ മാത്രമല്ല, തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും. ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ നാവിൽ പരിശുദ്ധാത്മാവ് ഈ ഭാഷ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉച്ചരിച്ച് പ്രാർത്ഥിക്കണം, അത് ഉച്ചരിച്ച് ദൈവത്തെ സ്തുതിക്കണം. അതിന്റെ വിവിധ അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് ഈ വേദഭാഗത്തിൽ നിന്ന് ചിന്തിക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, അനേകർക്ക് ഇത് ലഭിക്കാതിരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും സ്വർഗീയ പിതാവ് ഓർത്ത് ഈ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളിലേക്ക് ദൈവം നടത്തിയെങ്കിൽ
അനേക ജ്ഞാനികൾക്ക് ഇത് മറച്ചുവെച്ച് എളിയവർക്ക് ദൈവം ഇത് വെളിപ്പെടുത്തുക മാത്രമല്ല, നമ്മൾ ഈ അനുഭവം ദൈവം പകർന്നു വെച്ചെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്, അതിനൊരു ലക്ഷ്യമുണ്ട്, അതിന് ചില ഗുണങ്ങൾ ദൈവം നമ്മിൽ പകർന്നിട്ടുണ്ട്. അതിനെ നമ്മൾ നിരസിച്ചു കളയാതെ ഞാനും നിങ്ങളും അല്ല, നമ്മുടെ തലമുറകളും ആമേ നമുക്ക് വിശ്വസിക്കാൻ, കർത്താവേ ഞങ്ങളുടെ തലമുറകളിലേക്കും ഇത് പകർന്നു കൊടുത്ത് അവിടുത്തെ വരവ് താമസമെങ്കിൽ ഇത് ആമേ മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരു അനുഭവമായി ഈ ആത്മാവിന്റെ നിറവിന്റെ ആഴത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായും ഈ അനുഭവത്തിന്റെ ആഴത്തിലേക്ക് നമ്മെ നടത്തുവാൻ, ഈ അനുഭവത്തിന്റെ പുതുക്കത്തിൽ നമ്മെ നടത്തുവാൻ, നമ്മിൽ എല്ലാവരുടെ മേലും അതിനെ പകരുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. ഓ രാമാനാബ ശന്തലാരി ഘമനാദി ആരബ ഓ രാമാന ഹത്തുരാരബാലബ ശന്തലാരി ഘാദാര. ഈ അനുഭവം പ്രാപിച്ച ദൈവമക്കൾ നന്ദിയോടെ അതിരങ്ങളെ തുറന്ന്, കർത്താവേ എൻ്റെ നാവിൻ്റെ ബന്ധനങ്ങളെ അഴിച്ച്, എൻ്റെ നാവിൻ്റെ കെട്ടുകളെ അഴിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ, ആത്മാവിൽ പാടുവാൻ, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവിക ബലം ഏറ്റെടുക്കുവാൻ, ദൈവിക വിടുതൽ ഏറ്റെടുക്കുവാൻ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ സഹായിക്കണമേ എന്ന് ജീസസ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മുടെ ചിന്ത അവസാനിപ്പിക്കാം. 8-ാം അധ്യായം പിന്നെ അടുത്ത അധ്യായങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഒരു കാര്യം കൂടെ അതിനോട് ബന്ധപ്പെട്ട്, ഈ നമ്മുടെ നാവിൻ്റെ മേൽ ഈ ഭാഷ ദൈവം നൽകുന്നതിന് യെശയ്യാപ്രവചനം 6-ാം അധ്യായം 6-7 വാക്യങ്ങളിലൂടെ പലപ്പോഴും ഈ ആത്മാവിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അല്ലെങ്കിൽ ആത്മാവിൽ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തടസ്സങ്ങൾ നേരിടുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യാഗപീഠത്തിൽ നിന്ന് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് നിന്റെ വായ്ക്ക് തൊടുവെച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ പാപം. ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാവ്, യാക്കോബ് പറയുന്നത്, ഒരു ചെറിയ അവയവമെങ്കിലും വലിയ കാട് കത്തിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ അന്യഭാഷയെക്കുറിച്ച് പലരും പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ അന്യഭാഷ പറയുന്ന ആളല്ലേ ഇന്ന ആള്, എനിക്കതുകൊണ്ട് അത് വേണ്ട എന്നോട് പറഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ ഓർത്തിട്ടുണ്ട്, ദൈവമേ അദ്ദേഹത്തെ കുറ്റം പറയാനൊക്കത്തില്ല ഈ പറഞ്ഞ ആളെ. പക്ഷേ പലപ്പോഴും നമ്മളങ്ങനെ കമ്പയർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട ആ ശ്രേഷ്ഠമായ അനുഭവത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി. അന്യഭാഷ കിട്ടിയതുകൊണ്ട് ഒരാൾ പെർഫെക്റ്റ് ആകുന്നില്ല, അത് വേറെ കാര്യം, നമ്മളതിലേക്ക് വരുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഈ അനുഭവത്തിൽ നിന്ന് പലരും മാറിയിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അത് പറയുന്ന ആളിനേക്കാൾ ഞാൻ നല്ലവനാണെന്നൊരു ചിന്ത, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന മറ്റു വാക്കുകൾ കേട്ടിട്ട് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. നല്ലൊരു കാര്യം ഞാൻ പറയാം, അതാ ഞാൻ മുമ്പേ പറഞ്ഞത്. നമ്മൾ അവരെ നോക്കിയാൽ എന്താണ് അന്യഭാഷ, അല്ലെങ്കിൽ ആത്മനിറവ് പ്രാപിച്ച് അന്യഭാഷ പറയുന്നതുകൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ആകുമെന്നല്ല. പൗലോസ് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡെയിലി പുതുക്കം പ്രാപിക്കുന്ന ഒരു അനുഭവമാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, നമ്മുടെ നാവ് ഒരു ചെറിയ അവയവമാണെങ്കിലും അത് വലിയ കാട് കത്തിക്കുന്നു. യാക്കോബ് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, മൃഗം, പക്ഷി, ഇഴജാതി ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്നാ വാക്യം വായിക്കാൻ സമയം എടുക്കാം. മരുങ്ങുമെന്നാണ് പറഞ്ഞത്. മരുങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങോട്ട് കയറി, ഇവിടെ ഒത്തിരി പക്ഷികളുണ്ട്, അങ്ങോട്ട് ചെന്ന് പക്ഷി ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ വരുമോ? വഴി കൂടെ പോകുന്ന ഒരു ആനയെ വിളിച്ചാൽ ആന വരുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഒത്തിരി നമ്മൾ ശ്രമിച്ച്, എന്നാൽ ആന കാട്ടിക്കിടക്കുന്ന ആനയെ കൊണ്ടുവന്ന് അതിനെ മെരുക്കിയെടുത്ത് പരിശ്രമം ചെയ്താണ് അതിനെ എന്താക്കുന്നത്, മെരുക്കിയെടുക്കുന്നത്. എടുത്താൽ അങ്ങനെ പറ്റുമെന്ന് അവർ പറയും, വചനം പറയുന്നത് നമുക്കറിയാം. വലിയൊരു പരിശ്രമം അതിനാവശ്യമാണ്. കാട്ടിക്കിടക്കുന്ന ഒരു ആനയെ കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവരണമെങ്കിൽ വലിയ പരിശ്രമം. അങ്ങനെ പരിശ്രമിച്ചാൽ അത് സാധിക്കും. എന്നിട്ട് പറയുകയാണ്, നാവിനെയോ നിങ്ങൾ എന്തുകൊണ്ടാണ് കമ്പയർ ചെയ്ത് പറഞ്ഞേക്കെന്ന് അറിയാം. നാവ് നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും നടക്കാത്തൊരു കാര്യമാണ് നമ്മുടെ ഈ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേക്കുന്നത്. മൃഗം, പക്ഷി, ഇഴജാതി ഒക്കെ നിങ്ങൾക്ക് മരുങ്ങും, ശ്രമിച്ചാൽ മതി. പക്ഷേ നമ്മൾ ശ്രമിച്ചാൽ പറ്റാത്തൊരു കാര്യമാണിത്, നമ്മുടെ ഈ. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ച, കർത്താവേ എൻ്റെ വായിക്കൊരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമെന്ന് പഴയ നിമിത്തി ദാവീദ് പ്രാർത്ഥിച്ചു. താൻ രാജാവാണ്, കൊട്ടാരത്തിൽ സൈന്യമൊക്കെ കാവലുണ്ട്. പക്ഷെ തനിക്കറിയാം എൻ്റെ നാവിനെ കാക്കണമെങ്കിൽ ദൈവം തമ്പുരാൻ നിശ്ചയിച്ചു.
ഞാൻ ഈ ഭാഗത്തേക്ക് വരാം. പലപ്പോഴും നമ്മുടെ അധരങ്ങളെ നിയന്ത്രിക്കാൻ, നമ്മുടെ നാവ് നമുക്ക് പാപകാരണമായി തീരരുതെന്ന് വചനത്തിലുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ നാവുകൾ പലപ്പോഴും നമ്മുടെ നാവ് നമ്മളെ ബന്ധിക്കാറുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ആത്മാവിൻ്റെ നിറവിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ, നമ്മൾ യെശയ്യാപ്രവചനത്തിൽ വായിച്ചല്ലോ, ഒരു കുടിലുകൊണ്ട് സാറാവ് പറന്നു വന്ന് എൻ്റെ ആദരത്തിൽ തൊട്ടു, അതെൻ്റെ ആദരത്തിൽ തൊട്ടതുകൊണ്ട് നീ ശുദ്ധിയുള്ളവനായി മാറിയെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആദരങ്ങളുടെ മേൽ പകരപ്പെടുന്ന ആത്മശക്തിയുണ്ട്. കണ്ണുകളെ നടച്ചാട്ട്. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ എൻ്റെ നാവിനെ സൂക്ഷിക്കുവാൻ, എന്നെ തന്നെ സൂക്ഷിക്കുവാൻ കർത്താവെ, പലപ്പോഴും എൻ്റെ അധരങ്ങൾ മുമ്പേ കഴിഞ്ഞ രാത്രി നമ്മൾ ഓർപ്പിച്ചതുപോലെ ദൈവീയ വിശുദ്ധിക്ക് തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും നമ്മുടെ നാവാകാം. ആത്മീയ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത്, ആത്മീയ അന്തരീക്ഷത്തെ കെടുത്തിക്കളയുന്നത്, ഭവനത്തിലുള്ള ഏകാഗ്രത തെറ്റിച്ചു കളയുന്നതൊക്കെ ചിലപ്പോൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന വാക്കുകളാകാം. എന്നാൽ ഇന്ന് രാത്രി ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്, നമുക്ക് സ്വയമേ ഇതിനെ കീഴ്പ്പെടുത്തി ദൈവത്തിന് പ്രസാദമാകുന്ന നിലയിൽ അതിനെ കൊണ്ടുപോകാൻ സാധ്യമല്ല. എന്നാൽ പരിശുദ്ധാത്മ സ്നാനം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതും ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതുമൊക്കെ ഈ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്. ആത്മാവിലൊരു ശുദ്ധീകരണം നമുക്ക് നടക്കും. ഒരു നിമിഷം കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ, ഈ ആത്മാവിനെ എനിക്ക് തന്നത് വെറുതെയല്ല, പരിശുദ്ധാത്മാവ് എന്നെ ശുദ്ധീകരണത്തിലൂടെ നടത്തുന്നതാണ്. ആത്മാവിൽ വെറുതെയല്ല പൗലോസ് പറഞ്ഞത്. നിങ്ങളെല്ലാവരിലും അധികമായി ഞാൻ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പൗലോസ് വെറുതെയല്ല പറഞ്ഞത്. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ ആദരങ്ങളെ ഒന്ന് തുറന്ന് ദൈവത്തിനൊരു സ്തോത്രം ചെയ്യാമോ? കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആ അന്യഭാഷയുടെ അനുഭവമുള്ള ദൈവമക്കൾ അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്ത്, കർത്താവേ, ആത്മനിറവിൽ എനിക്ക് ലഭിക്കുന്ന സമയങ്ങൾ അല്പസമയമാണെങ്കിലും ദൈവസന്നിധിയിൽ ഇരുന്ന് പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ. ഓ രാമനാഭ ശബ്ദലാരിഖമാനാദല. അതരങ്ങളെ തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ നാവിൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവകൃപയെ അനുഭവിപ്പാൻ, ദൈവശക്തിയാൽ നിറയപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും. ആമേൻ. ആമേൻ. ലജ്ജ മാറിപ്പോകട്ടെ. ദൈവത്തിനോട് നമ്മുടെ ലജ്ജ മാറി ദൈവത്തെ ശക്തിയോടെ സ്തുതിക്കുവാൻ. മുൻപാകെ സമ്പൂർണ്ണമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും ദൈവ സാന്നിധ്യത്തിൻ്റെ മറയുമായ കർത്താവ് നമ്മെ മറച്ചുവല്ലോ. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ഇന്ന് രാത്രി വീണ്ടും കേൾക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗദൈവം നമ്മെ സഹായിച്ചു. സ്തോത്രം. നമ്മുടെ മടക്കിയ ആദ്യത്തെ കൃപയും സാന്നിധ്യം കൊണ്ടിരിക്കുന്നതിന് വേണ്ടി നാളെ പ്രഭാതത്തിൽ കടന്നു വന്ന് ഒരുമിച്ച് ദൈവമായ കർത്താവിനെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ സർവശക്തനാഗതിയും നമ്മെ സഹായിക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം എല്ലാവരും ദിവസത്തെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ സൗരമാത ഭാഗത്തു നിന്ന് പരിശുദ്ധീകരിക്കുന്നതാകുന്നതിനൊക്കെ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്യാമല്ലോ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമായ കർത്താവേ, ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, കർത്താവേ, നിന്റെ വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിപ്പാൻ ഈ ദിവസങ്ങൾ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ നാവിന്റെ ബന്ധനങ്ങളെ കർത്താവ് ദിവസങ്ങളെ അഴിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, കുഞ്ഞുകുട്ടി ആബാലവൃദ്ധ ജനങ്ങൾ ഒരുപോലെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അന്യഭാഷ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തി ഞങ്ങളുടെ മധ്യ വ്യാപരിക്കണമേ കർത്താവേ. ഞങ്ങളെ അതിനായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ വീഴ്ചകളെ, പരാജയങ്ങളെ നാഥൻ ഓർക്കരുത് കർത്താവേ. ഈ ദിവസങ്ങളിൽ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ എന്ന് ദൈവത്തിന്റെ വചനത്തിലുള്ളതുപോലെ കർത്താവേ, ഞങ്ങൾക്ക് നിന്നിൽ ആനന്ദം കണ്ടെത്തുവാൻ, സന്തോഷം കണ്ടെത്തുവാൻ കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ വ്യാപരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തെ ആദരിക്കണമേ, മാനിക്കണമേ. നിന്റെ ദാസന്മാരിൽ കൂടെ അങ്ങ് ഞങ്ങളോട് കേൾപ്പിക്കുന്ന ദൈവിക ചിന്തകൾക്കും ആലോചനകൾക്കുമായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവേ, സ്തോത്രം. ശിമോനെ കുറിച്ച് കേൾപ്പിച്ചുവല്ലോ കർത്താവേ. അടിയങ്ങളുടെ ജീവിതത്തിന്റെ മേലത് സംഭവിക്കാതിരിപ്പാൻ തക്കവണ്ണം നാഥാ, ഞങ്ങൾ സ്വയമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് കൃപ നൽകണമേ. പിതാവേ, ഞങ്ങൾ സ്വയമായി ദൈവത്തിന്റെ സന്നിധി ഞങ്ങളുടെ വിഷയങ്ങളുമായി ജാഗരിപ്പാൻ, പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന